കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ഭയങ്കര നിഷ്കളങ്കനാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ്, മൈ ഫ്രണ്ട്. പുള്ളി എല്ലാവരോടും പെരുമാറുന്നത് എപ്സ്റ്റീൻ ഫയലിൽ പരാമർശിക്കപ്പെട്ട പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളോട് പെരുമാറുന്നത് പോലെയാണ്. എല്ലായിടത്തും പുള്ളിക്കൊരു വേട്ടക്കാരൻ്റെ മനസ്സാണ്. ഇപ്പോൾ സ്പെയിനിനോട് പുള്ളി ആ നയം സ്വീകരിച്ചു. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സംഘികളെ സമ്മതിച്ചു കൊടുക്കണം. അതായത് നമ്മുടെ ഇത്ര വിമാനങ്ങൾ അടിച്ചിട്ടെന്നും നമ്മൾ തകർന്നു പോയേനെന്നും അണുബോംബുണ്ടാക്കിയേനെന്നും നമ്മുടെ താരിഫും കൂട്ടി അയാൾ തീരുമാനിച്ച എല്ലാ തീരുമാനങ്ങളും നമ്മുടെ വായിലേക്ക് വെച്ചതെന്ന് അവസാനം കരാറും അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ് നമ്മളെ തേരാപാര ആക്ഷേപിച്ച ഒരാളാണ് ഈ ഡൊണാൾഡ് ട്രംപ്. പക്ഷേ ആ ട്രംപിൻ്റെ ഈ യുദ്ധക്കൊതിയും ഇത്തരം കാര്യങ്ങളുമൊക്കെ കൊണ്ട് നമ്മളിപ്പോഴും ട്രംപിനും നെതന്യാഹുവിനുമൊക്കെ പലയിടത്തും പൂജ നടത്തുകയാണ്. ഒരപാര ഇന്ത്യക്കാരാണ് നമ്മളെന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. ഏതായാലും സ്പെയിനിലെ പ്രധാനമന്ത്രി എപ്സ്റ്റീനിൽ കുടുങ്ങിയിട്ടില്ല. അതുകൊണ്ട് സ്പെയിനിൻ്റെ പ്രധാനമന്ത്രി അയാൾ പറഞ്ഞതിന് അതേ ഭാഷയിൽ തിരിച്ചടിച്ചു. Hace 23 años, otra administración estadounidense nos arrastró a una guerra en Oriente Medio. Una guerra que en teoría, se dijo entonces, se hacía para eliminar las armas de destrucción masiva de Saddam Hussein, llevar la democracia y garantizar la seguridad global. Pero que, en realidad, visto en perspectiva, hace 23 años, otra administración estadounidense nos arrastró a una guerra en Oriente Medio. Una guerra que, en teoría, se dijo entonces, se hacía para eliminar las armas de destrucción masiva de Saddam Hussein, llevar la democracia y garantizar la seguridad global. Pero que, en realidad, visto... സ്പെയിൻ യുദ്ധം ചെയ്യാൻ ഗ്രൗണ്ട് കൊടുത്തില്ല. അങ്ങനെ തങ്ങളുടെ സ്ഥലം ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കണ്ട എന്ന് സ്പെയിൻ തീരുമാനിച്ചു. അത് ട്രംപിന് വല്ലാണ്ട് നൊന്തു. അപ്പോൾ പുള്ളി ഒരു പഴയ കാലത്തെ ഷെർലോക്ക് കഥകളിലെ പലിശക്കാരൻ്റെ പോലെ പുള്ളി അപ്പം കച്ചവടം കട്ട് ചെയ്ത് കളയും. പുള്ളിയുടെ കയ്യിൽ കച്ചവടമുണ്ട്. ഇനി 1.5 കൊല്ലവും കൂടി പുള്ളിക്ക് കച്ചവടം ചെയ്യാം. അവസാനത്തെ ഊഴമാണ് അമേരിക്കയുടെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ. ആ പുള്ളി കച്ചവടം കട്ട് ചെയ്ത് കളയും. പുള്ളി സ്പെയിനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കും. സ്പെയിനിന് വരാൻ പോകുന്നത് ഭയങ്കര ടെറിബിൾ ഡേയ്സ് ആണെന്നൊക്കെ പറഞ്ഞു. ഇന്ന് അതിന് സ്പെയിൻ്റെ പ്രധാനമന്ത്രി കൃത്യമായി മറുപടി പറഞ്ഞു. ഞങ്ങൾ ഇറാൻ്റെ പക്ഷത്താണെന്നല്ല പറഞ്ഞത്, ഞങ്ങൾ എല്ലാ കാലത്തും യുദ്ധത്തിനെതിരാണ്, ഈ അധിനിവേശങ്ങൾക്കെതിരാണ്, ഈ അക്രമത്തിനെതിരാണ്. അത് ഫലസ്തീൻ ആക്രമിച്ചപ്പോഴും പണ്ട് ഇറാഖ് ആക്രമിച്ചപ്പോഴും ഒക്കെ ഞങ്ങളുടെ നിലപാട് അതായിരുന്നു. ഞങ്ങളുടെ സ്ഥലം ഉപയോഗിച്ച് ലോകത്തൊരു കാര്യവുമില്ലാതെ യുദ്ധം നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിൻ്റെ പേരിലുള്ള ഏത് പ്രതിസന്ധിയും നേരിടാൻ തങ്ങൾ ഒരുക്കമാണെന്ന് കൃത്യമായി പറഞ്ഞു. അദ്ദേഹത്തിന് ഫ്രഞ്ച് പ്രസിഡൻറ്റ് വിളിച്ച് പിന്തുണ അറിയിച്ചു. യൂറോപ്യൻ യൂണിയൻ എല്ലാം ഒറ്റക്കെട്ടായി നിങ്ങളുടെ കൂടെയുണ്ട് ആ നിലപാടിനൊപ്പം എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ട്രംപ് എന്തെല്ലാം നോക്കിയിട്ടും ഒക്കുന്നില്ല, വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല, തിരിച്ചിഷ്ടം പോലെ അടി കിട്ടുന്നുണ്ട്, അവർ കീഴടങ്ങുന്നില്ല. അപ്പോൾ അത് വന്നപ്പോൾ പിന്നെ സ്പെയിനോ മറ്റ് രാജ്യങ്ങളെയോ ഒക്കെ താവളമാക്കി മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആക്രമിക്കാൻ ഇപ്പോൾ അവിടെ US ബേസിൻ്റെ സ്ഥലത്തൊന്നും വിമാനം പൊങ്ങത്തില്ല. അവിടെ കാണുമ്പോൾ വല്ല ആക്രി കൂട്ടിയിട്ട് കത്തിക്കാനേ ഒക്കുള്ളൂ. അതെല്ലാം അടിച്ച് തകർത്തു ഇറാൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാ പണികളും നോക്കുകയാണ്. ആ പണികളിലൊന്നും ഏൽക്കാതെ വന്നപ്പോഴാണ് സ്പെയിനിനെ കയറി പിടിച്ചത്. സ്പെയിൻ അതിന് കൃത്യമായി മറുപടി പറഞ്ഞു. രാജ്യം ചെറുതെന്നുള്ളതല്ല, നിലപാടുകൾ കൊണ്ടാണ് ശ്രദ്ധേയമാകേണ്ടത്. ആ നിലപാടുകൾ കൊണ്ടാണ് നമ്മൾ ലോകത്തോട് സംസാരിക്കുകയും ആ നിലപാടുകൾക്ക് ലോകം എൻഡോഴ്സ് ചെയ്യുകയും ചെയ്യുന്നത്. ഇതിപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിക്ക് ഭയക്കാനൊന്നുമില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം. ഏതായാലും സ്പെയിൻ കൊച്ചാണെങ്കിലും നല്ല വലിയ മറുപടിയാണ് ഈ സമയത്ത് സ്പെയിൻ കൊടുത്തത്.